പരിസരമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 3-ാം അധ്യായം എന്റെ 25-ാമത്തെ വാക്യം. ഞാൻ കടന്നു ചെന്ന യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ഒരു ദൈവവചന ഭാഗമാണ് വായിച്ചത്. ഇത് മോശയുടെ ഒരു പ്രാർത്ഥനയും കൂടാണ്. പ്രൈസലോ ഹല്ലേലൂയ. അപ്പം വേദപുസ്തകത്തിലുള്ള ഹല്ലേലൂയ ഹൃദയത്തെ ഉരുക്കുന്ന ഹൃദയം ഉരുകുന്ന ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയാണ് നാം വായിച്ചു കേട്ട ഈ മോശയുടെ പ്രാർത്ഥന. പക്ഷെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയില്ല. ഹല്ലേലൂയ. ഏകദേശം 30-40 ഇടയിൽ ലക്ഷം, അതിന് പഠിക്കുന്ന 40 ലക്ഷം എന്നാണ്. എന്നാൽ അത് ലേവ്യരെ എണ്ണിട്ടില്ലെന്നും വായിക്കുന്നുണ്ട്. അത്രമാത്രം ജനത്തെ, ഇസ്രായേൽ ജനത്തെ ഭക്തനായ മോശ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ അവരെ മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടുവന്ന മോശയുടെ വിവിധ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുത്ത് ഹല്ലേലൂയ മോശ എന്ന മനുഷ്യരുടെ ഇസ്രായേലിന് അടിമത്തിന് വിടുതൽ കൊടുത്ത ആ മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ദൈവസ്നേഹിലെ വിശുദ്ധിയോടുകൂടി വരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പിതാവിനെ പോലെ മാർവിലണച്ചാണ് മോശ ഇസ്രായേലിനെ നടത്തിക്കൊണ്ട് വന്നത്. ഒരു നല്ല നായകനായി, നല്ല ലീഡറായിട്ട് ഹല്ലേലൂയ അവർ എന്തെല്ലാം ആവശ്യങ്ങൾ പരാതി പറഞ്ഞു, പരിഭവങ്ങൾ പറഞ്ഞു, ആ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം മോശ ദൈവത്തിന്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവം അതിനെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രൈസ്. അവർ ആഹാരം ചോദിച്ചപ്പോൾ, ഇറച്ചി ചോദിച്ചപ്പോൾ, വെള്ളം ചോദിച്ചപ്പോൾ എല്ലാം ഈ മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഹല്ലേലൂയ ഇസ്രായേലിന് വേണ്ടി നിലകൊണ്ടവനാ. എന്നിട്ട് ഈ മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളുടെ ശ്രോതാക്കളെ പറയട്ടെ, നിന്റെ ജീവിതം നീ ക്രമീകരിക്കാതെ, ജീവിത വിശുദ്ധി ഇല്ലാതെ, ദൈവത്തോട് അനുസരണക്കേടും അനുസരണ മനോഭാവവും കാണിച്ചിട്ട് ക്രമീകൃതമല്ലാത്ത ജീവിതത്തിലൂടെ നീ പോയാൽ മോശയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോയതുപോലെ നിന്റെ പല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ല. പ്രൈസലോ. ഈ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഞാൻ പറയാം. ഹല്ലേലൂയ. മറ്റുള്ള കാര്യം ഇവിടെ നിൽക്കട്ടെ. ക്രൈസ്തവ സമൂഹത്തിന് ചില ചിന്തകൾ, അവർ എന്തു ചെയ്താലും, എങ്ങനെ നടന്നാലും, എങ്ങനെ ജീവിച്ചാലും, എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും, ആർക്കെല്ലാം ദോഷം ചെയ്താലും, ആരെല്ലാം ഉപദ്രവിച്ചാലും, ഭവനത്തിനകത്ത് എന്ത് കലഹമുണ്ടാക്കിയാലും, സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കിയാലും, ഇനി അവർ രക്തചൊരിച്ചിലുണ്ടാക്കിയാലും പോയി നിന്ന് പ്രാർത്ഥിക്കുകയോ വെഴുതിരി കത്തിക്കുകയോ തീർത്ഥാടനം നടത്തുകയോ സഭയുടെ മുൻപന്തി നിൽക്കുകയോ കൺവെൻഷൻ നടത്തുകയോ അന്യഭാഷ പറയുകയൊക്കെ ചെയ്ത ആ പാപം ക്ഷമിച്ചു കിട്ടും, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നൊക്കെ ചില പഠിപ്പിക്കലുകളും ചില ചിന്താഗതികളും ക്രൈസ്തവ സമൂഹത്തിന്റെ ഇതര ഗ്രൂപ്പുകളിലുണ്ട്. വേർപെട്ട കൂട്ടങ്ങളടക്കം ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഈ ആവർത്തന പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ട് മോശയുടെ ഈ ഹൃദയമുരുകുന്ന ഉള്ളുരുകുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയോ ഇല്ലയോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല, നമ്മൾ സ്വയം ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് തന്നെ പറഞ്ഞു, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കഴിഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ഒത്തുപരിലേഖനം 11-ാം അധ്യായം വായിക്കും കാണുന്നുണ്ട്. കർത്തൃമേശയുടെ ബന്ധത്തിൽ എന്നെ പറയാൻ കണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. പല പ്രാവശ്യം ഇസ്രായേലും മിസ്രയീമിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവർ ചെങ്കടൽ കരയിൽ വന്നപ്പോൾ ഫറവോനും സൈന്യവും അവർക്ക് പിന്നാലെ വരുന്നത് കണ്ട് അവർ ഭയപ്പെട്ടപ്പോൾ അവർ മോശയ്ക്ക് നേരെ പിറുപിറുത്തു. ഹല്ലേലൂയ. ഞങ്ങൾ മിസ്രയീമിൽ കിടന്ന മരിച്ചാൽ മതിയായിരുന്നു, അവിടുത്തെ ഉള്ളിയും ചുറ്റുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഞങ്ങൾക്ക് മതിയായിരുന്നു, നീ ഞങ്ങളെ എന്തിനാണ് കൊണ്ടുവന്ന് ഈ ചെങ്കടലിൽ മുക്കിക്കളയാനാണോ എന്നൊക്കെ സാജനം ചോദിച്ചപ്പോഴും മോശ ജനത്തിന് വേണ്ടിയിട്ട് ഇരുന്നവനാ. ഹല്ലേലൂയ.
അങ്ങനെ പല പ്രാവശ്യം ഇസ്രായേലും മിസ്രൈമിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. മോശയും അഹരോനെയും അവർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവർ തന്നെ പ്രയത്നിച്ചു. ഹല്ലേലൂയ. സദാ അവർ പിറുപിറുത്തുകൊണ്ട് ദൈവത്തോട് ദ്രോഹം ചെയ്തു. ഇവിടെയെല്ലാം മോശ ആത്മസംയമനമുള്ളവനായി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോട് ചേർന്ന് വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ സദൃശ്യമൊക്കെ ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ എന്ന് പറഞ്ഞ പോലെ ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലും ആത്മസംയമനം നഷ്ടപ്പെട്ട് മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ഹല്ലേലൂയ അവർ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ മടങ്ങിപ്പോണെന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ മോശെ എന്ന് പറയുന്ന മനുഷ്യനെ ആത്മസംയമനമുള്ളവരായി മതിലിടിഞ്ഞ് കിടക്കാതെ മതിലിനകത്ത് നിൽക്കുന്ന അഥവാ സംരക്ഷണത്തിനകത്ത് നിൽക്കുന്ന ഒരു മോശെ അവിടെ നടുവിൽ നടത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതികൾ. അപ്പൊ ഇത്രയൊക്കെ മോശയിലൂടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. ഹല്ലേലൂയ. ഇസ്രായേലും മോശയും അവരവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ സദാസമയം അവർക്ക് വേണ്ടി പിറുപിറുക്കുക. അവിടെയും ഒരു നല്ല പിതാവിനെ പോലെ മോശ ഇസ്രായേലിന് വേണ്ടി നിൽക്കുന്നു. ഹല്ലേലൂയ. ആ സമയങ്ങളിലെല്ലാം മോശ അവർക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവത്തിന്റെ കോപം അവരിൽ നിന്ന് ഹല്ലേലൂയ മാറിപ്പോയി. ഹല്ലേലൂയ. അവർ അവരുടെ നിറയപ്പെട്ടതാ. എന്നാൽ എന്ത് ചെയ്തു? അവരെ ദൈവത്തെ വിടുവിച്ചു. മാത്രമല്ലേ, ഇസ്രായേൽ മോവാബി സ്ത്രീകളോട് വ്യഭിചാരം ചെയ്തു. അവരുടെ ദൈവങ്ങൾക്ക് യാഗം കഴിച്ചു. പൊന്നുകൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ നമസ്കരിച്ചു. ഹല്ലേലൂയ. ദൈവം സ്തോത്രം അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് അവിടെയും മോശ ജനത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. ആ മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മോശ ഇസ്രായേലിന് വേണ്ടി വളരെ മധ്യസ്ഥം ചെയ്തവരാ. എന്നാൽ തന്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു അനുഭവം വന്നപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊടുത്തില്ല. പ്രൈസ്. വളരെ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് കേട്ടോ. നിങ്ങൾ ആവർത്തന പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് മോശയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കാഞ്ഞത്? അപ്പൊ മോശയുടെ നിരസിക്കപ്പെട്ട പ്രാർത്ഥന എന്നാണ് ഇതിനെക്കുറിച്ച് വേദപുസ്തക പഠിതാക്കൾ രേഖപ്പെടുത്തി. ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. അപ്പൊ മോശയുടെ മിക്കവാറും എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനയും ഉത്തരം നൽകിയിട്ടുണ്ട്. എന്നാൽ അവന്റെ വ്യക്തിപരമായ ഈ പ്രാർത്ഥനയ്ക്ക് മാത്രം ദൈവം അനുകൂലമായ ഒരു ഉത്തരം നൽകിയില്ല. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മോശയുടെ വ്യക്തിപരമായ ഒരു ആവശ്യമാണ്. എന്താണ് മോശയുടെ വ്യക്തിപരമായ ആവശ്യം? അതാണ് നമ്മൾ വായിച്ച വചനം. ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതം ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് മോശയുടെ അവസാനത്തെ ഒരാഗ്രഹവും തന്റെ വ്യക്തിപരമായ അഭിപ്രായവുമാണ്. വാഗ്ദത്ത കനാനിലേക്ക് തനിക്കൊന്ന് ചെന്ന് ആ കനാൻ എങ്ങനെ ഇരിക്കുന്നു, അവിടുത്തെ രൂപവും ഭാവവും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് കാണുവാൻ മോശയുടെ ഹൃദയത്തിനകത്തെ ആഗ്രഹം, വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാൻ. പക്ഷെ മോശയ്ക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തില്ല. മാത്രവുമല്ല, ഇനി അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുതെന്ന് ദൈവം മോശയ്ക്ക് ഒരു ശാസനയാണ് നൽകിയത്. തന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞപ്പോൾ, ആഗ്രഹം പറഞ്ഞപ്പോൾ, ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുതെന്ന് കർശനമായ ശാസന നൽകി. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഈ കാലം വല്ലാത്തൊരു അനുഭവത്തിലാണ്. നമ്മൾ വല്ലാത്തൊരു ദുർഘട സമയങ്ങളെ കടന്നു പോകുന്നത്. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? മോശയുടെ ഈ പ്രാർത്ഥന നിരസിക്കപ്പെട്ടതുപോലെ ഇനി എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ നിന്റെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് നീ ഇന്ന് കണ്ണുനീന്റെ നടുവിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ കുറവുകളെ നീ മനസ്സിലാക്കിയിട്ട് മടങ്ങി വന്നിട്ട് ആ ദൈവത്തിന്റെ പാദപ്പെട്ട് നെടുമ്പാട് വീഴുന്ന കരയുവാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മോശയുടെ പ്രാർത്ഥന നിരസിക്കപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മോട് മനസ്സലിവുള്ള പിതാവായതുകൊണ്ട്, അവൻ നമ്മോട് ദയ കാണിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണമെന്ന കൽപ്പന നമ്മെ നടത്തുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലെ പാദമെടുത്തെങ്കിലും വന്ന് നീ വീണ് കിട്ടുന്നതിന്റെ കുറവുകളെ നീ ഒന്ന് ഏറ്റു പറയണം. ഹല്ലേലൂയ. ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മോശയുടെ വ്യക്തിപരമായ പ്രാർത്ഥന ദൈവം നിരസിച്ച് ഇനി എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നിന്റെയും പല പ്രാർത്ഥനകളും ദൈവം കേൾക്കുകയില്ല.
രക്തക്ഷയം ഫ്രീശരോ. നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ചൊന്ന് ശരിയായിട്ട് പഠിക്കുമ്പോഴാണ് നമ്മളും ദൈവമായിട്ട് എത്രമാത്രം അകലത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദൈവം പറഞ്ഞു, ഇനി എന്നോട് ചോദിക്കരുത്, ശാസന നൽകി. ഹല്ലേലൂയ. അപ്പം വാഗ്ദത്ത നാട് കാണുവാനുള്ള മോശയുടെ ഉത്കടമായ അഭിലാഷത്തെയാണ് ദൈവം കാരണം കൂടാതെ നിരസിച്ചത്. ആ വാഗ്ദത്ത ദേശം ഒന്ന് കാണാനുള്ള മോശയുടെ ഹൃദയത്തിന്റെ അഭിലാഷത്തെ ഒരു കാരണവും പറയാതെ ദൈവം നിരസിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, മോശ ഇസ്രായേലത്തെ മിസ്രൈമിൽ നടത്തിക്കൊണ്ടു വന്ന് കനാനിലേക്ക് കൊണ്ടുവരാൻ മോശ നായകനായിട്ട് നിന്നു. ഹല്ലേലൂയ. എങ്കിലും വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാൻ നാട് കാണാൻ മോശയ്ക്ക് കഴിയാതെ പോയെങ്കിൽ ഈ കാലഘട്ടത്തിൽ പറയട്ടെ, നാം നമ്മുടെ ജീവിത വിശുദ്ധിയെ പവിത്രമായി കാത്തു സൂക്ഷിച്ച് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ സ്രാജനം വാഗ്ദത്ത ദേശം പ്രവേശിച്ചു നമുക്ക് ആ സ്വർഗീയ ദേശത്തേക്ക്, സ്വർഗീയ കനാലിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ എത്ര പ്രാർത്ഥന ദൈവം നിരസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനകൾ ദൈവം നിരസിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ കള്ളു കുടിക്കണം, ഹല്ലേലൂയ, ദുഃഖങ്ങൾ വരണം, സങ്കടങ്ങൾ വരണം. അപ്പോഴാണ് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളി തപ്പുന്നതും പള്ളിമേട തപ്പുന്നതും അച്ഛനെ തപ്പുന്നതും പാസ്റ്ററെ തപ്പുന്നതും ഉപദേശിച്ച് നോക്കുന്നതും ഒക്കെ വിഷയങ്ങൾ വരുമ്പോഴാണ്. അപ്പോഴാണ് അവർ പൈസ കൊടുത്ത് എഴുതിരി മേടിക്കും, കപ്പേളയ്ക്ക് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കും, മുട്ടുകുത്തുന്നതും ഒക്കെ ആ സമയം പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. പ്രശ്നങ്ങളില്ലെങ്കിൽ ഇവരാരും പ്രാർത്ഥനയ്ക്ക് വരുന്നവരല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നീ നിന്റെ എത്രയോ പ്രാർത്ഥനകൾ ദൈവം നിരസിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ അതറിയാതെ കിടക്കുകയാണ്. അതുകൊണ്ട് നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ അടിസ്ഥാനങ്ങളെ നീ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തെ എങ്ങനെ മാത്രം നിന്റെ ഹൃദയത്തിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിനക്ക് വേണ്ടി നീ ഒരുക്കുന്ന വാഗ്ദത്ത ദേശത്ത്, വാഗ്ദത്ത കനാനിൽ, അത് സ്വർഗീയ ദേശമാണ്, സ്വർഗീയ വാഗ്ദത്തമാണ്. ആ സ്വർഗീയ കനാനിലേക്ക് പ്രവേശിപ്പാൻ നീ പ്രാപ്തനാണോ? അത് നീ ശക്തനാണോ? ഹല്ലേലൂയ. അതിന് നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും മാറ്റം വരുത്തുവാനുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും മാറ്റം വരുത്തണം. അപ്പൊ എന്തുകൊണ്ടാണ് മോശയുടെ ഈ പ്രാർത്ഥന ദൈവം നിരസിച്ചത്? ഹല്ലേലൂയ. അപ്പം പാറയെ രണ്ടാമതായി അല്ലെങ്കിൽ ഒരിക്കൽ കൂടി മോശ അടിച്ചതാണ് കാരണം. ഹല്ലേലൂയ. പാറയോട് കൽപ്പിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ മോശ എന്ത് ചെയ്തു? പാറയെ അടിച്ചതാണ് ആ ദൈവകോപം വരാൻ കാരണം, കോപിക്കുവാൻ കാരണമായത് ദൈവം. ഇത് ഇത്രയധികം ഗുരുതരമായ പാപമാണോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. മോശ ചെയ്തത് ഇത്ര ഗുരുതരമായ പാപമാണോ എന്ന് തോന്നിയേക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ സർവ്വലോകത്തിനും വേണ്ടി ഒരിക്കലായി അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സാദൃശ്യമാണ് അടിക്കപ്പെട്ട പാറ. ഹല്ലേലൂയ. സർവ്വലോകത്തിലുമുള്ള സകല ജനത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ ക്രൂശിതനായ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്ര സദൃശ്യമാണ് ഈ അടിക്കപ്പെട്ട പാറ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ചെങ്കടൽ കിടന്ന ഇസ്രായേലിന് കുടിപ്പാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേൽ മോശയ്ക്കും അഹരോനും നേരെ പിറുവിറുത്തപ്പോൾ, ഹല്ലേലൂയ, യഹോവയായ ദൈവം പറയുന്നത് ഈ പാറയോട് കൽപ്പിക്കുക. ഹല്ലേലൂയ. അപ്പം പാറയോട് കൽപ്പിച്ച മുഖേന പകരമായി മോശ ഇത് കരി കയറി പാറയെ അടിച്ച അതൊരു പാപമായി മാറി. അതുകൊണ്ടാണ് മോശയുടെ പ്രാർത്ഥന നിരസിക്കപ്പെട്ടത്. അതുകൊണ്ട് പുതിയ നിയമസഭയുള്ള വിശ്വാസികൾ പറയട്ടെ, ആമീൻ. അടിക്കപ്പെട്ട പാറ എന്ന് പറയുന്ന പുതിയ നിയമത്തെ ക്രിസ്തുവാണ് അടിക്കപ്പെട്ട പാറ. അതുകൊണ്ട് നീ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവവചനത്തെ നിരസിച്ച്, ദൈവകൽപ്പന നിരസിച്ച്, ദൈവഹിതം അല്ലാത്തതൊന്നും നീ ചെയ്യരുത്. പാറയെ രണ്ടാമതായി അടിച്ചത് വലിയൊരു പാപമായി മാറിയതുകൊണ്ട് വാഗ്ദത്ത കനാലിലേക്ക് മോശയ്ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അടിക്കപ്പെട്ട പാറയായിരിക്കുന്ന ക്രിസ്തുവിനോട് നീ ആമി ക്രിസ്തുവിന് വിരോധമായി, ക്രിസ്തുവിന്റെ നാമത്തിന് വിരോധമായി നീ ചെയ്യരുതാത്ത തെറ്റുകൾ ചെയ്ത് ക്രിസ്തുവിന്റെ നാമത്തെ ദൂഷിച്ചാൽ, നീ അടിക്കപ്പെട്ട പാറയ്ക്ക് നേരെ നീ വിരൽ ചൂണ്ടിയാൽ, നാവെടുത്താൽ നിനക്ക് നഷ്ടപ്പെടുന്ന സ്വർഗീയ കനാനായിരിക്കും. ഹല്ലേലൂയ. ഒരു നല്ലൊരു ശതമാനം ജനങ്ങൾ സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല.
വേർപാടും വിശുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് നിൽക്കുന്ന പലരും ദൈവസഭകളിലുണ്ട്. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. ഹല്ലേലൂയ. വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് നിൽക്കുക, ഭക്തിയുടെ വേഷനിർഭരമായ എല്ലാ അവരിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് പുറമേ കാണിക്കും. പക്ഷേ അകത്ത് പലപ്പോഴും അവർ അടിക്കപ്പെട്ട അകത്ത് പലപ്പോഴും അവർ അടിക്കപ്പെട്ട പാറയാകുന്ന ക്രിസ്തുവിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പാപത്തിൽ വീട് കിടന്നൊരു കാലഘട്ടം, ശാപത്തിൽ വീട് കിടന്നൊരു കാലഘട്ടം, പാരമ്പര്യത്തിൽ പൗരോഹിത്യത്തിന്റെ അടിമത്തത്തിൽ വീട് കിടന്ന, ന്യായപ്രമാണത്തിന്റെ അടിമകളായി കിടന്ന ഞാനും നിങ്ങളും. ഹല്ലേലൂയ. പാപപരിഹാരം കിട്ടാതെ ഈ ലോകത്തിൽ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന പാപത്തിന് പരിഹാരം, പാപത്തിന്റെ അടിമത്തം നമ്മെ വിടിവിച്ച് ആ അടിക്കപ്പെട്ട പാപ ഇപ്പോൾ സ്വാമി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങിതനായി കിടക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് ഓർത്താൽ, ഹല്ലേലൂയ, മോശ പാറയെ അടിച്ചതുപോലെ തന്നെ ക്രൂശിൽ നമ്മുടെ കർത്താവ് പടയാളികളാൽ ഉപദ്രവേറ്റ് നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട പാറയുടെ സദൃശമായി യേശു ആ ക്രൂശിൽ കിടക്കുമ്പോൾ നീ ഇന്നും നിന്റെ കുറവുകൾ കൊണ്ട്, നിന്റെ പാപം കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ നീ ഉപദ്രവിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ അടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എല്ലാവരും സ്തോത്രം. അടിക്കപ്പെട്ട പാറ എന്ന് സ്തോത്രം അത് ക്രിസ്തുവിന് സദൃശ്യമാണ്. അല്ലേ? അപ്പൊ ഈ അടിക്കപ്പെട്ട പാറ എന്നതിനാൽ രണ്ടാമതും ആ പാറ അടിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. ഹല്ലേലൂയ. മോശയെ പാറയടിച്ചത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപമായിരുന്നു. അല്ലാതെ മോശം മറ്റ് നമ്മൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന പോലെ കള്ളു കുടിച്ചും പെണ്ണുപിടിച്ചും വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി അപ്പനെ അടിച്ചും അമ്മയെ അടിച്ചും അമ്മായിമ്മയെ അടിച്ചും മരുമോളെ അടിച്ചും സ്ഥലത്തിന് വേണ്ടി അതിന് തോണ്ടി സർവ്വക്കല്ല് മാറ്റിയും കേസുണ്ടാക്കിയും വഴക്കുണ്ടാക്കിയും സഭയ്ക്ക് തടിയുണ്ടാക്കി, ഇതൊന്നും അല്ല മോശയുടെ പാപം. ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് മോശയുടെ പ്രവൃത്തി ദോഷമെന്ന് കണ്ടു. അല്ലേരി പറയടിച്ചതാണ് പ്രശ്നം. അല്ലേരിയ. അപ്പൊ ഇവിടെ ആകയാൽ കഠിനമായ ശിക്ഷ അല്ലേരിയ മോശയ്ക്ക് നൽകേണ്ടതാണെന്ന് ദൈവം തീരുമാനിച്ചു. എന്താ? കഠിനമായ ശിക്ഷ മോശയ്ക്ക് നൽകേണ്ടതാണ് ദൈവം തീരുമാനിച്ചു. അല്ലേരിയ. ലോകത്തിലുള്ള സകല മാനവജാതിക്കും ഇതൊരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതാണ് ഈ മോശയ്ക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ. അല്ലേരിയ. ലോകത്തിലുള്ള സകല ജനത്തിനും ഈ മോശയ്ക്ക് ദൈവം നൽകിയ ഈ ശിക്ഷ ദൃഷ്ടാന്തമാക്കണം. ഹല്ലേലൂയ. മോശി എന്ന മനുഷ്യനോട് ദൈവം ഇത്രമാത്രം കഠിനമായി ഇടപെട്ടെങ്കിൽ, മോശയുടെ പ്രാർത്ഥന നിരസിച്ചു കളഞ്ഞെങ്കിൽ, മോശയുടെ ഈ പാപത്തെ, മോശയുടെ പ്രവൃത്തിയെ കഠിനമായ പാപമായി യഹോവയായി ദൈവം കണ്ട് വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കാതെ മോശയെ നീക്കിക്കളഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ട്, നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയ കർത്താവിന്റെ കൽപ്പനയെ നിരസിച്ചാൽ നിനക്ക് നഷ്ടപ്പെടുന്ന സ്വർഗമാകട്ടോ. അല്ലേലൂയ. നിനക്ക് നഷ്ടപ്പെടുന്ന സ്വർഗീയ പർദീസയാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് പോകണം ചിന്തിക്കരുത്. ചിലർ പറയുന്നത് 10ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ആയിപ്പോയെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. അല്ലേരിയ. 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തികഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്നവരെ പോലെ, അങ്ങനെ പറയുന്നവരെ പോലെ ചില ആളുകളുടെ ചിന്ത ഇങ്ങനെ അറിയുമോ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നുള്ളതാണ്. അല്ലേരിയ. 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞവരെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തികഞ്ഞു, എങ്ങനെ വേണ്ടി നടക്കാം, എങ്ങനെ വേണ്ടി ജീവിക്കാം, എന്ത് വേണം പറയാം, എന്ത് വേണം പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ക്രൈസ്തവ വിശ്വാസികളോട് പറയട്ടെ, നീ ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിനെ നീ വീണ്ടും അടിക്കരുത്. അത് കഠിനമായ പാപമാണ്. നിനക്ക് നഷ്ടപ്പെടുന്ന സ്വർഗീയ കനാനാണ്. സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രശ്നങ്ങൾ എത്ര അതിശഠികവും ആയിരുന്നാലും, ഇത് കഠിനമായിരുന്നാലും, ഹല്ലേലൂയ, അവയൊക്കെ നീ നീക്കിക്കളയണം. മനസ്സ് ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. അപ്പം ലോകത്തുള്ള സകല ജനത്തിന്റെ ദൃഷ്ടാന്തമാണ് മോശയ്ക്ക് നൽകിയ ശിക്ഷ. അപ്പം മോശ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് എത്രമാത്രം പ്രിയങ്കനായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മോശ ദൈവത്തിന് വളരെ പ്രിയങ്കരനുമായിരുന്നു കേട്ടോ.
ഇപ്പോഴും മോശ ദൈവത്തെ പ്രിയങ്കനാണ്. പക്ഷെ മോശയുടെ പ്രാർത്ഥന നിരസിച്ച് നമുക്കൊരു ഒരു ഒരു ഗുണപാഠമായിട്ട് തരിക, നമുക്ക് പഠിക്കാൻ. അല്ലേ? മോശയോട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മളോടും ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കും, നമുക്കൊരു ഗുണപാഠമാണ്. അല്ലേ? മോശ ദൈവത്തിന് പ്രിയങ്കനായിരുന്നു. മോശയുടെ വായോടുകൂടെ ദൈവം ഇരുന്നു. മോശയോട് ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അതുകൊണ്ട് മോശയെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ സാക്ഷി തന്നെ പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം 12:3 ആമി മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരും അതിസൗമ്യനായിരുന്നു എന്ന് ലോകം പറഞ്ഞതിലെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അത്ര ദൈവം ആമി ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം കൂടെ മോശയെ കൂടെ പറഞ്ഞിട്ടും ആ പാറയെ രണ്ടാമതടിച്ചത് മോശയോട് ദൈവത്തിന് ആമി കഠിനമായ കോപം വന്നു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നമ്മൾ ദൈവത്തിന് പ്രിയങ്കരന്മാരാണ്, നമ്മൾ ദൈവത്തിന് പ്രിയങ്കരികളാണ്. സഹോദരി, നീ ദൈവത്തിന് പ്രിയങ്കരിയാണ്. സഹോദരൻ, നീ ദൈവത്തിന് പ്രിയങ്കരനാണ്. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ നിന്റെ ഈഹലോക ജീവിതത്തിനകത്ത് നീ കടന്നു പോകുന്ന മേഖലകളിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് വിരോധമായി നീ സംസാരിക്കരുത്, പ്രവർത്തിക്കരുത്, ചിന്തിക്കരുത്, നടക്കരുത്. നിന്റെ ജീവിതത്തെ ക്രമീകരിക്കണം. പാറയെ ആമയോട് കൽപ്പിക്കാൻ പറഞ്ഞു. പാറയോട് കണ്ട് അടിച്ച് പാറയെ അടിച്ചത് ദൈവം അതൊരു കഠിനമായ ശിക്ഷയായി മോശയ്ക്ക് നൽകിയെങ്കിൽ നീ ചെയ്തു കൂട്ടുന്ന ഓരോ പാപപ്രവൃത്തികൾക്കും ഹല്ലേലൂയ നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെ എത്ര പ്രാർത്ഥന ദൈവം നിരസിച്ചിട്ടുണ്ട്. ഇന്നും നിന്റെ പല പ്രാർത്ഥനകളും ദൈവം നിരസിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. ചിലർ പറയും, പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ, എന്നെ ദൈവത്തിന് ഇഷ്ടമില്ല, എന്നെ ദൈവം കാണുന്നില്ലേ എന്നൊക്കെ പറയുന്ന അനവധി ആളുകളുണ്ട്. പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതെ വരുമ്പോൾ പലരും പറയും, ദൈവം ഉണ്ടോ പാസ്റ്ററെ, ദൈവം ഉണ്ടോ എന്ന് തന്നെ സംശയം തോന്നുന്നു എന്നൊക്കെ പറയുന്ന അനവധി ആളുകളെ ഞാൻ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യം, ഒരേ ഒരു ദൂത്, ആമേക്കാമെ അടിക്കപ്പെട്ട പാറ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ സദൃശ്യമാണ്. ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പുതിയ നിയമം അടിക്കപ്പെട്ട പാറയായി ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയത്. അതുകൊണ്ട് നിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ നിന്റെ ഇടപാടുകൾ കൊണ്ടോ നിന്റെ ക്രയവിക്രയങ്ങൾ കൊണ്ടോ ഹല്ലേലൂയ സഭയ്ക്കകത്തോ സഭയ്ക്ക് പുറത്തോ കുടുംബത്തിനകത്തോ കുടുംബ ജീവിതത്തിനകത്തോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ പാർശ്വവും വിശ്വാസികളും തമ്മോ ഹല്ലേലൂയ വിശ്വാസികളും പുരോഹിതന്മാരും തമ്മിലടിച്ച് കലഹിച്ച് നീ ഇന്നും മോശമാറെ അടിച്ചവർ ഇന്നും നീ ക്രൂശിതനായിരിക്കുന്ന കർത്താവിനെ രണ്ടാമത് നീയായിട്ട് അടിക്കരുത്. നിന്റെ വാ കൊണ്ട് അടിക്കരുത്, നിന്റെ ചെവി കൊണ്ട്, നിന്റെ കേൾവി കൊണ്ട്, നോട്ടം കൊണ്ട്, കൈ കൊണ്ട്, ശരീരം കൊണ്ട് ക്രിസ്തുവിനെ നീ വേദനിപ്പിക്കരുത്. അങ്ങനെ നീ എന്തും ചെയ്തിട്ട് നീ സഭയിലേക്ക് വന്ന് നീ എന്തു പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥനയെ ദൈവം നിരസിക്കും. നമ്മളെന്തായാലും മോശമൊന്നും അല്ലല്ലോ. അല്ലേ? നമ്മൾ മോശം അത് ചിന്തിച്ചാൽ മതി. വിവരമുണ്ടെങ്കിൽ, നിനക്ക് സുബോധം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചാൽ ഞാൻ മോശമല്ല ഞാൻ അല്ല എന്ന് ചിന്തിച്ചാൽ മതി. മോശ ദൈവത്തിനോട് ചേർന്നിരുന്നവനാ. ആമേ മോശ ദൈവത്തിന് പ്രിയങ്കരനെ. എന്നിട്ട് ഈ മോശയ്ക്ക് ശിക്ഷ ദൈവം കൊടുത്തെങ്കിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ട സ്വഭാവി. അല്ലേലിയ. കള്ളും പൊടിച്ച് വെണ്ണം പിടിച്ച് തെറിയും പറഞ്ഞ് അടിയുണ്ടാക്കി വീട്ടും കളിച്ച് യൂതാട്ടം നടത്തിയിട്ട് എല്ലാ അശ്ലീലവും ചെയ്തിട്ട് ആമേ നീ വന്നത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന്. അല്ലേലിയ. നീ അനേകർ രക്തം ചൊരിയിച്ചിട്ട് നീ ദൈവസേന മുട്ടുമടക്കിയ ദൈവം കേൾക്കത്തില്ല ശ്രോതാവേ. നിനക്ക് വേണ്ടി ചോര തന്നവനുണ്ട്, നിനക്ക് വേണ്ടി ചോര ഒഴുക്കിയവനുണ്ട്. അവൻ ചോര തന്ന് വീണ്ടെടുത്ത് കഴിയുമ്പോൾ നീ മറ്റൊരാളുടെ ചോര ഒഴുക്കിയ രക്തം ഒഴുക്കിയ നിനക്ക് ദൈവത്തിന്റെ കഠിനമായ ശാപം കടന്നു വരും. അല്ലെങ്കിൽ ദൈവം നിന്റെ ആമേ സ്തോത്രം ന്യായം വിധിക്കും കേട്ടോ. രക്തം ചെയ്യും. നമ്മൾ ഈ ദൈവ സന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വരുന്നത് നല്ലതാ. അല്ലേരിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മോശ ചെയ്ത പാപം അല്ലെങ്കിൽ നിസ്സാരമായി കാണുവാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. പാറയടിച്ചത് പാറയടിച്ചത് ആ മോശ ചെയ്ത ആ പാപം ദൈവത്തിന് നിസ്സാരമായി കാണാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അത് തന്നെയാണ് പുതിയ നിയമത്തിലും. നമ്മൾ നിസ്സാരമായി ചെയ്യുന്ന ഒരു തെറ്റുപോലും ദൈവത്തിന് നമ്മോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെന്ന് നമ്മൾ പറയുമോ, അത് സാരമില്ലതേ, സാരമില്ല എന്ന് നമുക്കെല്ലാം സാരമില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്ത് തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചെയ്യും, എന്ത് വാക്കുകൾ നമ്മൾ വിളിച്ചു പറയും, ആരെയും നമ്മൾ വാക്കുകൊണ്ട് മുറിപ്പെടുത്തും. നമ്മളെല്ലാ കുറ്റങ്ങളും നമ്മുടെ നാവ് കൊണ്ട് ചെയ്യും. എന്നിട്ട് നമ്മളെല്ലാവരും കുറ്റം വിധിച്ച് നിന്ദിച്ച് അപമാനിച്ച് പരിഹസിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് മുറിവിട്ട് കൊടുത്ത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവൊക്കെ ഇട്ട് കൊടുക്കും നമ്മൾ. എന്നിട്ട് നമ്മൾ ഒറ്റ കാര്യം ചെയ്യും,
അവരെ കാണും സോറി കേട്ടോ. നമ്മൾ പഠിച്ചു വെച്ച ഒരു കാര്യം സോറി. എൻ്റെ എന്ത് സോറിയാ ശ്രോതാവേ. മറ്റൊരാളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് അവന്റെ ഹൃദയത്തിന് മുറിപ്പാടുണ്ടാക്കി ഉണങ്ങാത്ത മുറിവ് കൊടുത്തിട്ട് നീ എന്ത് സോറി പറഞ്ഞാലും മോശ പാറയടിച്ചത് കഠിനമായ പാപമായി ദൈവം കണ്ട് മോശയുടെ പ്രാർത്ഥന നിരസിച്ചെങ്കിൽ നീ സോറി പറഞ്ഞത് കൊണ്ട് ദൈവം ക്ഷമിക്കത്തില്ല. എൻ്റെ നീ സോറി പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. നിനക്ക് പല പല പ്രാവശ്യം ദൈവം നിനക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് ചെയ്യരുത്. നീ കള്ളു കുട്ടിക്കരുത്, നീ വീടി വലിക്കരുത്, നീ മുറുക്കാൻ തിന്നരുത്, നീ പുകട തിന്നരുത്, നീ വീടി വായി വെച്ച് കൊണ്ട് ഉപയോഗിച്ച് പുക തുപ്പരുത്. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് കള്ളു കുടിക്കരുത്, നിന്റെ ഭാര്യയ്ക്ക് കള്ളു കൊടുക്കരുത്, നിന്റെ മക്കൾക്ക് കള്ളു കൊടുക്കരുത് എന്നൊക്കെ ദൈവം പറഞ്ഞിട്ടില്ലേ? സഹോദരി, ദൈവത്തിനോട് പറഞ്ഞിട്ടില്ലേ? നീ ഏഷണി പറയരുത്, നുണ പറയരുത്, അടുത്ത വീട്ടിൽ മെനക്കെട്ട് പോയി ഇന്ന് വായാട്ടികളെ പോൽ നീ കുറ്റം പറയരുത്, നിന്റെ ദൈവദാസനെ കുറ്റം പറയരുത്, നിന്റെ ദൈവസഭയെ കുറ്റം പറയരുത്, കുടുംബത്തിൽ നീ കലഹം ഉണ്ടാകും. ഇതൊക്കെ ദൈവത്തിനോട് പറഞ്ഞിട്ടില്ലേ സഹോദരി? എന്നിട്ടും നീ ഇന്നും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവ് നിന്നെ നോക്കിക്കൊണ്ടത് പറയുകയാണ്, മോശയെ ശിക്ഷിച്ചതുപോലെ എന്റെ കഠിനമായ കോപം നിന്റെ മേൽ വരും. ഞാൻ മോശയുടെ പ്രാർത്ഥന നിരസിച്ചതുപോലെ ദൈവം നിന്റെ പ്രാർത്ഥനയും നിരസിക്കും. പിന്നെ എന്നിട്ട് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന തടസ്സപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഇത്ര വലിയ കുറ്റം ചെയ്ത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആ വ്യക്തിയിൽ പോലും അവന്റെ മരണസമയത്ത് ഹല്ലേലൂയ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നത് സാധാരണ ഒരു ലോകക്കോടതി പോലും ചെയ്യുന്നതാണ്. എത്ര വലിയ കുറ്റം ചെയ്താലും, എത്ര വലിയ ക്രൂര പീഡനം ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ച് സ്തോത്രം വധശിക്ഷ നടപ്പിലാക്കുന്ന സമയമാകുമ്പോൾ അവനോട് ചോദിക്കുവാറുണ്ടല്ലോ അവന്റെ അവസാന ആഗ്രഹങ്ങൾ. അല്ലെ, അവന്റെ അവസാന ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ അത് നടപ്പിലാക്കി കൊടുക്കുവാൻ ലോക കോടതി തയ്യാറത് ചെയ്തു കൊടുക്കാറുണ്ട്. ചിലർ പറയും എന്റെ ഭാര്യയെ കാണണം, എന്റെ മക്കളെ കാണണം, എന്റെ വീട്ടുകാരോടൊപ്പം എനിക്ക് 1 മണിക്കൂർ ഇരിക്കണം. നമുക്ക് പലരും പല ആഗ്രഹങ്ങൾ പറയും. അവന്റെ അവസാന ആഗ്രഹം, മരണത്തിന് മുമ്പുള്ള അവസാന ആഗ്രഹത്തെ കോടതി പോലും നടപ്പിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ മോശ വാർദ്ധക്യത്തിലായി. മോശയുടെ മരണം എടുത്തു വന്നുകൊണ്ടിരിക്കുക. മോശ മരിക്കാൻ ഇനി അധികം നാളുകൾ. എന്റെ അവസാനത്തെ ആഗ്രഹമാണ് എനിക്ക് കടന്നു ചെന്ന വാഗ്ദത്ത ദേശത്തെ ഒന്ന് കാണണം. പ്രൈസറോ. അപ്പൊ മോശയുടെ അവസാനത്തെ ആഗ്രഹമാണ് ആ വാഗ്ദത്ത ദേശത്ത് ചെന്ന് എനിക്ക് ആ വാഗ്ദത്ത ദേശത്തെ ഒന്ന് കാണണം. പക്ഷെ ദൈവം പറഞ്ഞ് നടക്കുകയില്ല. ദൈവം പറയും, മോശെ നടക്കത്തില്ല. നിന്റെ അന്ത്യാഭിലാഷമാണ്, നിന്റെ അവസാനത്തെ ആഗ്രഹമാണ്. മിസ്രൈമിൽ നീ ജനത്തെ മുഴുവൻ നടത്തിക്കൊണ്ട് വന്നത് നീ ഒരു നല്ല ലീഡറാണ്, നീ ഒരു നല്ല പിതാവാണ്. ഹല്ലേലൂയ. നീ ജനത്തിന് വേണ്ടി നായകനായി നിന്നവനാണ്. നീ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിന്നവനാണ്. ആ ജനത്തിന്റെ പിറുവിറുപ്പിന് വേണ്ടി നീ ഇടിവി നിന്നവനാണ്. നീ എന്റേതാണ്. പക്ഷേ എങ്കിലും നിന്റെ അന്ത്യാഭിലാഷമായിരിക്കുന്ന ആ വാഗ്ദത്ത കനാൻ കാണാനുള്ള ആഗ്രഹത്തിനുണ്ടല്ലോ, അത് സമ്മതിക്കത്തില്ല. എന്താ പാറയടിച്ചതാ. എന്നോർത്ത് നോക്കി, അവസാന ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തില്ലെന്ന്. ആ കാനാൻ കാണാൻ പറ്റിയില്ല. പ്രൈസലോ എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം 32-52 വരുമ്പോൾ കാണുന്നത്, നീ ദേശത്ത് നിന്റെ മുമ്പിൽ കാണും, നീ അത് കടക്കയില്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാൻ മോശയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ നീ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന, രഹസ്യമായി കിടക്കുന്ന സ്വമേധമായ തെറ്റുകളെ, കുറ്റങ്ങളെ, കുറവുകളെ, ദൈവം ക്ഷമിക്കാത്ത പാപങ്ങളെ, ദൈവത്തെ നീ കഠിനമായി വേദനിപ്പിച്ച, ക്രൂശിൽ നിനക്ക് വേണ്ടി കാൽവരിൽ തറയ്ക്കപ്പെട്ട, ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ച, ക്രൂശിൽ നിനക്ക് വേണ്ടി അട്ടിക്കപ്പെട്ട ആ പാറയായ ക്രിസ്തുവിനെ നിന്റെ വാക്കുകൊണ്ടോ, നോട്ടം കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, കൊടുക്കലുകൊണ്ടോ എവിടെയെങ്കിലും നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മടങ്ങി വരാനൊരു അവസരം ദൈവം തരുന്നുണ്ട്. നീ മടങ്ങി വന്ന് ക്ഷമാപണത്തോടെ പാതവിടത്ത് വീണ് തെറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ തെറ്റിപ്പോയി,
മോശയ്ക്ക് അന്ത്യാഭിലാഷം നടത്തിക്കൊടുക്കാതെ ആ കാണാൻ കഴിയാതെ മോശയുടെ മരണം സംഭവിച്ചതുപോലെ കർത്താവ് എനിക്ക് ആ സ്വർഗ്ഗ കാണാൻ ആമേൻ കൃപ നൽകണമേ. എനിക്കത് കഴിയാതെ പോകരുത്. എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈ പ്രഭാതത്തിന്റെ പാദപീഠത്തിൽ വീഴണം കേട്ടോ. യത്നം ചെയ്യാം. ഈ വചനം നിനക്കൊരു ശുദ്ധീകരണമാ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് ഒരുപാട് എളിമപ്പെട്ടു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ അറിയാതെ കിടക്കുന്ന അല്ലൊരു മോശ പാറയെ അടിച്ചതുപോലെ ക്രൂശിതനായ കർത്താവിനെ എൻ്റെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ അപ്പാ ഞാൻ അങ്ങേ അടിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണമേ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. കാരണം ഞാൻ ഒറ്റ ലക്ഷ്യത്തിലാണല്ലോ ജീവിക്കുന്നത്. എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒറ്റ തീരുമാനമുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് എൻ്റെ അന്ത്യാഭിലാഷമാണ്. എനിക്ക് സ്വർഗീയ കനാൻ എന്ന് കാണണം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് എനിക്ക് ആ സ്വർഗീയ കനാനൊന്ന് കാണണം, ആ പുതിയ യെരൂശലേം കാണണം. അവിടുത്തെ സുഖങ്ങൾ, അവിടുത്തെ സന്തോഷങ്ങൾ, അവിടുത്തെ മനോഹാരിത, അവിടുത്തെ ശ്രേഷ്ഠത, അവിടുത്തെ വിശുദ്ധന്മാരെ, കെരൂബുകളെ, സറാബുകളെ, കോടാനുകൂടി വിശുദ്ധന്മാരെ, നമ്മുടെ കർത്താവിനെ ഒന്ന് കാണണം. അതാണ് എൻ്റെ അന്ത്യാഭിലാഷം. നിങ്ങൾക്ക് അങ്ങനത്തെ അന്ത്യാഭിലാഷം ഉണ്ടോ? അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, കർത്താവേ, മോശ പാറയെ അടിച്ചതുപോലെ ക്രൂശനായ കർത്താവിനെ അടിപ്പാൻ കഴിയുന്ന വിധത്തിലുള്ള പാപങ്ങൾ, സംസാരങ്ങൾ എൻ്റെ ഉള്ളിൽ, എൻ്റെ അതരത്തിൽ വരരുതേ. ഇത് ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. നമ്മളത് ക്രമീകരിക്കുന്ന നല്ലതാകട്ടോ. രക്തം ചെയ്യാം ഒന്ന് ക്രമീകരിക്കുന്ന നല്ലതാണ് പ്രിയരെ. നമ്മളെല്ലാം പാപികളാണ്. നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യനായിട്ട് ഈ ഭൂമി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാ മനുഷ്യരും പാപികളാണ്. ലേലിയ വിശുദ്ധന്മാരില്ല. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവം നമ്മോട് ദയ കാണിക്കുന്നുണ്ട്, കൃപ കാണിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് അന്ത്യാഭിലാഷം നടത്തിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. അല്ലേലിയ. പക്ഷെ നീ മടങ്ങി വരണം. അല്ലേലിയ. ഇവിടെ മോശയുടെ അന്ത്യാഭിലാഷം പോലും സാധിച്ചു കൊടുത്തില്ല. അല്ലേലിയ. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലേലിയ, മോശയോട് ഇത്രമാത്രം അല്ലേലിയ ആ പാറയടിച്ചതിന് ദൈവത്തിന്റെ ഹൃദയം കഠിനമായോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? പ്രൈസ്. നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം കഠിനമായോ? പ്രൈസ്. നിങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നിങ്ങൾ ചെയ്യുന്ന പാപം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മുഖാന്തരം ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നതോ ദൈവം നിങ്ങളോട് കഠിനമായി കോപം കാണിക്കുന്നുണ്ടോ? എൻ്റെ ഒരു പല പ്രാർത്ഥനയ്ക്ക് ഇതുകൊണ്ടൊക്കെയാണ് മറുപടി കിട്ടാത്തത് കേട്ടോ. നമ്മൾ ദൈവകൽപ്പന നിരസിക്കുന്നതാ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പല പ്രാവശ്യം മിസ്രൈമിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ച് മോശയും മകനുകൊണ്ട് അവർ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തീരുമാനിച്ചു. അവർ പിറുപിറുത്തു, ദ്രോഹം ചെയ്തു. ആ സമയങ്ങളിലെല്ലാം മോശ അവർക്ക് വേണ്ടി അപേക്ഷിച്ച് ദൈവത്തിന്റെ കോപം അല്ലേലൂയ ഇറങ്ങാത്ത വിധം അത് തടഞ്ഞു നിർത്തിയവനാണ് മോശ. ഇസ്രായേൽ മോവാബി സ്ത്രീകളുമായി വ്യഭിചാരം ചെയ്തു, അവരുടെ ദൈവങ്ങൾക്ക് യാഗം കഴിച്ചു. അല്ലേലൂയ. പൊന്നുണ്ടാക്കി കാളക്കുട്ടിയെ അവർ നമസ്കരിച്ചു. അല്ലേലൂയ. ആ സമയങ്ങളിലെല്ലാം മോശ ആ ജനത്തിനു വേണ്ടി ഇടി നിന്ന പ്രാർത്ഥന കേട്ടു. എങ്കിലും അവന്റെ വ്യക്തിപരമായ തീരുമാനത്തിനകത്ത് ദൈവം ആ പ്രാർത്ഥന നിരസിച്ചു. രണ്ടാം പ്രാവശ്യം ഇസ്രായേലിലേക്ക് വെള്ളം ലഭിക്കാതെ പോയപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. രണ്ടാം പ്രാവശ്യം ഇസ്രായേലിന് വെള്ളം കിട്ടാതെ പോയപ്പോൾ ദൈവം മോശയോട് വന്ന് ഈ പാറയോട് കൽപ്പിക്കുവാൻ പറഞ്ഞു. അപ്പോൾ അത് വെള്ളം നൽകും എന്ന് പറഞ്ഞു. എന്നാൽ മോശ ജനങ്ങളോട്, മത്സരികളെ കേൾക്കുവിൻ, ഈ പാറയിൽ നിന്ന് സ്തോത്രം, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് മോശ കൈ ഉയർത്തി തന്റെ വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. അല്ലേലൂയ. ഉടൻ തന്നെ വളരെ വെള്ളം പാറയിൽ നിന്ന് ധാരാളമായി പുറപ്പെട്ടു. ജനങ്ങളെല്ലാം അവരുടെ കന്നുകാലികളും കുടിച്ചു. ആ പാറ ആദ്യമായി അവിടെ വെച്ച് അടിക്കപ്പെട്ടു. ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാണ് 1 കൊരിന്ത്യർ ലേഖനം അല്ലേലൂയ 10-4 വാക്യം കാണുന്നത്. അടിക്കപ്പെട്ട പാറ ക്രിസ്തുവാണ്. അപ്പൊ മോശ എന്ത് ചെയ്തു? പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. മോശ തന്റെ കയ്യിൽ നിന്ന് വടിയെടുത്ത് ആ പാറയെ 2 പ്രാവശ്യം അടിച്ചു. അല്ലേലൂയ.
അതാണ് ഭയങ്കര കോപമായിട്ട് വന്നത്. പാറയടിച്ച് കൽപ്പിക്കാൻ പറഞ്ഞ പാറയോട് കൽപ്പിച്ചാൽ മതി, ആ പാറയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെടും. മിസ്രാജനത്തിന് മുഴുവൻ കുടിക്കുവാൻ, നാട്ടുപാട് കന്നുകാലികൾക്ക് മുഴുവൻ കുടിച്ച് തൃപ്തി വരുവോളം അവർ വാഗ്ദത്ത ദേശത്തേക്ക് എത്തുന്നിടം വരെ അവർക്ക് ദാഹിക്കാതെ ഇഷ്ടം പോലെ വെള്ളം കൊടുക്കാൻ കഴിവുള്ള ഒരു കർത്താവ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ മുൻപിൽ മോശെ അരിശം കൊണ്ടിട്ട് ദേഷ്യം കയറി. നമ്മളും ദേഷ്യം കയറി ഇങ്ങനെയൊക്കെയാ. മോശ ദേഷ്യം കയറിയിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് പാറയെ 2 പ്രാവശ്യം അടിച്ചു. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ, വലിയ പാപമല്ലേ. അതുകൊണ്ടാണ് ആ മോശ അടിച്ച പാറ പുതിയ നിയമത്തിൽ ക്രിസ്തുവായിരുന്നെന്ന്. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 4 വരെ വാക്യങ്ങൾ വായിക്കും, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിന് സമുദ്ര സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കവേലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നീ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. കണ്ടോ, ഇത് പൗലോസിയുടെ എഴുത്ത്. ഈ കൊരിന്ത്യർക്ക് ഇത് എഴുതി കൊടുത്ത് നമ്മളെ ഇത് പഠിപ്പിക്കാൻ നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നത് എന്താ? നമ്മൾ അവിവേകം കാണിക്കാതിരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മൾ അവിവേകം കാണിക്കാതിരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മന്ന തിന്നതിനെയും ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് വെള്ളം കുടിച്ചതിനെയുമാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അത് സ്നേഹിത, നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തും വിളിച്ചു പറയും, എന്തും പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്തും പറയും. മോശയ്ക്ക് കോപം വന്നപ്പോൾ മോശ എന്ത് ചെയ്തു? തന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ഉയർത്തി പാറയെ 2 പ്രാവശ്യം അടിച്ചു. കൽപ്പിക്കാനേ ദൈവം പറഞ്ഞു, 2 പ്രാവശ്യം അടിച്ചു. ഹല്ലേലൂയ. നമ്മളും കോപമൊക്കെ വന്നു കഴിയുമ്പോൾ, ദേഷ്യമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളും നമ്മുടെ ദൈവത്തിന് വിരോധമായി എന്തെല്ലാമാണ് പറയുന്നത്. അത് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നാളുകളായി നീ കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ, കണ്ണുനീരൊഴുക്കിയിട്ടും നീ ഉപവസിച്ചിട്ടും പ്രാർത്ഥന മറുപടിയില്ലാതെ നിന്റെ പ്രാർത്ഥന നിരസിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ പാപമുണ്ട്. ഹല്ലേലൂയ. കാൽവരിയിൽ നിനക്ക് വേണ്ടി അടിക്കപ്പെട്ട പാറയായ ക്രിസ്തു, അല്ലെങ്കിൽ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ക്രൂശിനായി കിടക്കുമ്പോൾ ക്രിസ്തുവിനെ നീ വീണ്ടും നിന്ദിക്കുക, അവന്റെ ലോകവാദം വരുത്തി അവനെ നീ വീണ്ടും ക്രൂശിക്കുന്ന വാക്കുകൾ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ നീ തിരുത്തണം. അതിന് നീ വായിക്കേണ്ട ദൈവത്തിന് എബ്രായ ലേഖനം 6-1 തൊട്ട് താഴോട്ട് വായിക്കണം. നീ ക്രിസ്തുവിന്റെ ലോകവാദം വരുന്നെങ്കിൽ അവനെ വീണ്ടും ക്രൂശിക്കുന്ന വാക്കുകൾ, മോശ പാറയെ അടിച്ചതുപോലെ നീ ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏറ്റുപറയാൻ ദൈവം നിനക്കൊരു അവസരം തരിക. അടുത്ത നിമിഷം നിനക്ക് മരണം സംഭവിച്ചാൽ, അടുത്ത നിമിഷം നിന്റെ ജീവൻ പോയാൽ, ഹല്ലേലൂയ, പാപത്തിലാണ് നീ മരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് നിത്യത കാണാൻ കഴിയില്ല. വേഷഭൂഷാദികൾ കാണും, ആത്മീയതയുടെ നിറവ് നിനക്ക് കാണും, ആത്മീയ വസ്ത്രം കാണും, വസ്ത്രങ്ങൾ വെള്ള ധരിച്ച അനുഭവങ്ങളൊക്കെ കാണും. വിശുദ്ധിയുടെ എല്ലാം നീ പുറമെ കാണിച്ചേക്കാം. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും വിധത്തിൽ കർത്താവിനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ നീ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, മോശ പാറയെ അടിച്ചതുപോലെ ക്രൂശിൽ നീ വീണ്ടും കർത്താവെ അവന് മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പാപമായി നിന്റെ ജീവിതത്തിൽ കിടക്കും. ഹല്ലേലൂയ. അടുത്ത നിമിഷം നിന്റെ ജീവൻ പോയ നിത്യതയിലെത്തണമെങ്കിൽ നിന്റെ സ്വമേധ പാപങ്ങളെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ, നിന്റെ രഹസ്യ പാപങ്ങളെ, നിന്റെ പരസ്യമായ പാപങ്ങളെ ഇന്ന് പകൽ നീ ഏറ്റുപറയണം. ആരുടെങ്കിലും നിരപ്പ് പ്രാപിക്കാണെങ്കിൽ നിരപ്പ് പ്രാപിക്കണം. ആരുടെങ്കിലും തെറ്റ് തിരുത്താണെങ്കിൽ തെറ്റ് തിരുത്തണം. നിനക്ക് ആരോടെങ്കിലും കയ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അവരുടെ അരികിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞ, സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി, എന്തൊക്കെയുണ്ടായി പെട്ടെന്നുള്ള കോപമാണ്. ആ കോപത്തിൽ ഞാൻ പലതും സംസാരിച്ചു പോയി. അത് ഞാൻ എൻ്റെ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്ന പാപമായി എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നു. എനിക്ക് അവന് സ്വർഗ്ഗ കാനാനിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായി എൻ്റെ അന്ത്യ അഭിലാഷമായിരിക്കുന്ന സ്വർഗ്ഗ കാനാൻ കാണാനുള്ള അഭിലാഷത്തെ നിറവേറാതിരിക്കാൻ കഴിയുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള പാപം, ഞാൻ നിന്നോട് ചെയ്തതെല്ലാം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഏറ്റുപറയണം.
നീ അവരെ ചെന്ന് കണ്ട് ഏറ്റവും ക്ഷമ ചോദിക്കണം. പ്രൈസലോ, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, നിത്യത എനിക്ക് ചെല്ലണമല്ലോ. എൻ്റെ അന്ത്യാഭിലാഷം എന്താണ്? ഭൂമിയിലെ ആഗ്രഹമാണോ നിന്റെ അന്ത്യാഭിലാഷം? അതൊരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം നിന്റെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതാ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തിരിക്കുന്നു എങ്കിൽ, അല്ലിയ ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മൾ ഹല്ലേലൂയ, നമ്മൾ ഈ കൊലോസ്യർ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തെ നമ്മുടെ അന്ത്യാഭിലാഷം കർത്താവിനോട് കൂടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇവിടെ മോശയുടെ അന്ത്യാഭിലാഷം കർത്താവ് നടത്തി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വിശുദ്ധ ജീവിതം കഴിക്കണമെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അത് ഒരു പ്രാവശ്യം യേശുവിനെ അടിക്കുന്നതിനും ക്രൂശിൽ തറയ്ക്കുന്നതിനും സമർപ്പിച്ചു കൊടുത്തു. യേശു ഒരു പ്രാവശ്യം യേശുവിനെ അടിക്കുന്നതിനും ക്രൂശിക്കുന്നതിനും യേശു ഭൂമിയിലായിരുന്നപ്പോൾ ക്രൂശിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ വീണ്ടും വീണ്ടും അവനെ അടിക്കരുത്, പാപങ്ങൾ ചെയ്യരുത്, പാപങ്ങൾ ചെയ്യാൻ തുനിയരുത്. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ആ പാറയോട് സംസാരിക്കണം, ഹൃദയം തുറന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. അതെ, ഒന്നുകൂടെ ഞാൻ പറയാം, നീ വീണ്ടും വീണ്ടും പാറയെ അടിക്കരുത്, വീണ്ടും വീണ്ടും പാറയെ നമ്പരപ്പെടരുത്, പാറയോട് നീ വീണ്ടും വീണ്ടും നീ കോപിക്കരുത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തോട് അടിക്കപ്പെട്ട പാറയെ ക്രൂശനായ ക്രിസ്തുവിനോട് നിന്റെ ഹൃദയം തുറന്ന് പറഞ്ഞ് നീ അവിടെ നേരായ പാതിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, യഹോവ മോശയോട്, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക, എന്നെ ശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്നല്ല ചെയ്തു. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 20:12 കണക്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കാരണം ദൈവത്തോട് മത്സരിച്ച് നമുക്ക് നിത്യതയിൽ എത്താൻ കഴിയില്ല. കണ്ണുകളടച്ചാട്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഞാൻ കടന്നു ചെന്ന് യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന മോശയുടെ അന്ത്യാഭിലാഷമായി പ്രാർത്ഥന ദൈവം നിരസിച്ചെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആമേൻ, നാം ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന നിരസിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള പാപങ്ങളുണ്ടെങ്കിൽ അവ ഏറ്റുപറഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങുക. ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരുന്നത് കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളിൽ 800 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, രാജ്യരാഷ്ട്രത്തലവന്മാർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, വേദ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിനായി കർത്താവ് ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്തായിരിക്കണേ, അതിർത്തികൾ കാവൽച്ച കരസേന, വ്യോമ, നാവികസേന അധികാരികളെ, കർത്താവിയുടെ മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ശൈശവത്തിലും ബാല്യത്തിൽ, കൗമാര യൗവനത്തിൽ, വാർത്തരാനും വൃത്തരസന യാച്ച് ഓട്ടം ചോട്ടൽ യുവൻ തടവറയിലായിരിക്കുന്ന തീവ്രവാദ ഭീകര വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്നവർ, കർത്താവ് പാടത്തം പറമ്പിന് പോലും കല്ലോടും മണ്ണും പടിയെടുക്കുന്ന വഴിയോര കച്ചവടക്കാർ, കടലോര വാസ്യത്തിൽ ആഴക്കടൽ കടന്നുപോയിരിക്കുന്നവരെ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരെ, കർഷകൻ വെക്കാൻ ഫോട്ടോ രംഗത്ത്, യൂണിറ്റ് രംഗത്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രിയപ്പെടുകയും കർത്താവ് ശീലമേലും കർഷകൻ പണിയെടുക്കാൻ കർഷകൻ മെക്കാനിക്കുന്നവർ, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവർ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, ജനത്തിന് പാപങ്ങൾ ക്ഷമിക്കണമേ, അവരുടെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ. മോശയുടെ പ്രാർത്ഥന നിരസിച്ചതുപോലെ ജനത്തിന്റെ പ്രാർത്ഥന നിരസിക്കാതെ കർത്താവ് ജനത്തിന് അന്ത്യാഭിലാഷം കർത്താവ് എന്താണോ ആ സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിൽ പ്രവേശിയ തടസ്സമായിട്ട് ജീവിതം നിൽക്കുന്ന എല്ലാ പാപങ്ങളെയും ദൈവം ക്ഷമിക്കണമേ. ജനത്തിന് മാപ്പ് കൊടുക്കണമേ. മദ്യപാനികളും വെറുക്കൂത്തുകാരും തുറന്നറപ്പുകാരും സകല ജഡിക ജീവിതം നയിക്കുന്നവരും ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഭക്തിയുടെ വേഷഭൂഷാദി ധരിച്ചുകൊണ്ട് പാപം ചെയ്ത് രഹസ്യ ജീവിതം നയിക്കുന്നവരും ഒക്കെ ദൈവം സന്ദർശിച്ച് അവർക്ക് മനസ്സാന്തരം കൊടുക്കണമേ. സകലത്തിന് നീതികളും ദൈവദാസിദാസന്മാർ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഷ്ടതയിൽ കടന്നു പോകുന്ന കേരളത്തിൽ ലോക സഹായിക്കുകയല്ല, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉടമകളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.